ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറയുന്നുണ്ട്, സദൃശവാക്യങ്ങൾ 13-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ, ജ്ഞാനികളോടുകൂടെ നടക്കാൻ നീയും ജ്ഞാനിയാവും, ഭോഷന്മാർക്ക് കൂട്ടാളിയായവനോ വ്യസനിക്കേണ്ടി വരും. നമ്മൾ ആരാണ് ഈ ജ്ഞാനി എന്ന് പറയുന്നത്? ഒത്തിരി ഡിഗ്രി എടുത്തവരാണ്, അല്ലെങ്കിൽ വേറെ വലിയ പൊസിഷനിലിരിക്കുന്നവരാണ്? അല്ല, ജ്ഞാനികളായ ധാരാളം സാധുക്കളായ ആളുകളുണ്ട്. അവരുടെ പ്രത്യേക സാഹചര്യത്തിൽ അവരെ വളർത്താൻ ആളുകളില്ലാതിരുന്നിട്ടും അവർക്ക് കയറി വരാൻ ഒക്കെയില്ലാതിരുന്നിട്ടുമുള്ള ധാരാളം പേരുണ്ട്. അവരുടെ കഴിവുകൾ മറിഞ്ഞിരിക്കുന്ന ധാരാളം പേരുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവം നമുക്ക് തന്നിരിക്കുന്ന വേദികളിലും നമ്മളെ തന്നിരിക്കുന്ന അവസരങ്ങളിലും നമ്മൾക്ക് അവരുടെ കൂടെ നടക്കുമ്പോൾ, നമ്മൾ അവരുടെ കൂടെ നടക്കുമ്പോൾ അവർക്കൊരു ഉത്തേജനം ഉണ്ടാകണം. നമ്മളൊരാളെ കാണുമ്പോൾ അവർക്കൊരു ഉത്തേജനം ഉണ്ടാകണം. നമ്മളൊരാൾക്ക് അനുഗ്രഹമായിരിക്കണം. നമ്മളെ കാണുമ്പോഴും അപ്രകാരം ഒരു അനുഗ്രഹം ഉണ്ടായിരിക്കണം. നമ്മുടെ ശബ്ദം കേൾക്കുമ്പോൾ ഒരു അനുഗ്രഹം ഉണ്ടായിരിക്കണം. ആ ദൈവീയ ജ്ഞാനത്തിൻ്റെ ശക്തിയാണത്. അത് ലോകത്തിൻ്റെ ജ്ഞാനത്തിൽ ലഭിക്കുന്നതല്ല. ആ ദൈവീയ ജ്ഞാനത്തിൻ്റെ ശക്തിയാണ്. ഒരു പവറുണ്ടല്ലോ, ആ പവറിൽ ഒരു ദൈവീയ ശക്തിയുണ്ട്. ആ ദൈവീയ ശക്തി, ആ പവറിൽ ലഭിക്കുന്ന ഒരു ദൈവീയ ശക്തി പല സാമൂഹിക രാഷ്ട്രീയ നേതാക്കളിലും ഈ ശക്തി ദർശിക്കുവാനായിട്ട് വ്യക്തിപരമായി എനിക്ക് അനുഭവം സാധിച്ചിട്ടുണ്ട്. ഞാനത് ഷെയർ ചെയ്തിട്ടുണ്ട്. അത് ദൈവമക്കൾക്ക് കിട്ടുന്ന ദൈവശക്തിയാണ്. ആ ദൈവമക്കൾക്ക് ദൈവം കൊടുക്കുന്ന ഒരു ദൈവശക്തിയാണ്. അതിൽ ആ ജീവിതത്തിൻ്റെതായ ശക്തിയിൽ, ആ ദൈവീകമായിട്ടുള്ള ശക്തിയിൽ ദൈവീകമായ ബുദ്ധി ഉണ്ടാകുമ്പോഴാണ് അത് ലഭിക്കുന്നത്. അപ്പോൾ നമ്മളുടെ നടപ്പും നമ്മളുടെ ഇടപാടുകളും നമ്മളുടെ കൂട്ടുകെട്ടുകളും ഒക്കെ ഏതവസ്ഥയിലുള്ളവരാണെങ്കിലും അവർ ദൈവീകമായ വെളിച്ചമുള്ളവരായി ആയിരിക്കണം. ആ ദൈവീകമായ വെളിച്ചമുള്ളവരോട് പോകുമ്പോൾ അതാരുമായിക്കോട്ടെ, ഏത് സാഹചര്യത്തിലുമായിരിക്കുന്നവർ, നമ്മൾ ഏത് വലിയ ഉന്നതത്തിലാണെങ്കിലും ഏതവസ്ഥയിലാണെങ്കിലും നമ്മുടെ കൂടെയുള്ളവർ, ആ കൂടെയുള്ളവർക്ക് നമ്മളൊരു ആവേശവും ഒരു ശക്തിയും പകരുന്നവരായി തീരുവാൻ ഈ വചനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ആ ദൈവീക ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശലോമോൻ രാജാവിൻ്റെ വാക്കുകളിലൂടെ ഞങ്ങളെ ധൈര്യം തരുമ്പോൾ ഞങ്ങളത് മറ്റുള്ളവർക്ക് ആ ജ്ഞാനം കൊടുക്കുവാൻ സഹായിക്കണേ. ആരിൽ നിന്നാണെങ്കിലും ജ്ഞാനം പ്രാപിച്ചെടുക്കുവാനുള്ള ആവേശം ഞങ്ങൾക്ക് തരണമേ. ആ ജ്ഞാനം മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്യുവാനും സഹായിക്കണമേ. അത് ഞങ്ങൾക്ക് വേണ്ടിയുള്ളതല്ലല്ലോ, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതാണല്ലോ. കർത്താവിൻ്റെ കരുണകൃപ കൂടെ ഇരിക്കണമേ. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോക രാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ, MP-മാർ, MLA-മാർ, ബഹുമാനുള്ള കോടതികൾ, വക്കീലിമാർ, ലോകമ്പാട് സുവിശേഷം പ്രഘോഷിക്കുന്നവർ, വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ, ഫോട്ടോഗ്രാഫേഴ്സ്, കർത്താവെ, ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും ആത്മാവിൽ ജോലി ചെയ്യുവാൻ ലോകമെമ്പാടുമുള്ള എപ്പേർപ്പെട്ടവർക്കും കൃപ ചെയ്യണമേ. WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് സർവീസ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, ഓർഫനേജുകൾ, ജയിലുകളിൽ കഴിയുന്ന ബെഡിഡനായിട്ടുള്ളവർ, വിശ്രമജീവിതം നയിക്കുന്ന എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന അധ്യാപകരും അനധ്യാപകരും പ്രഥമ അധ്യാപകരും സ്വർഗീയ ജ്ഞാനമുള്ളവരായി എപ്പേർപ്പെട്ടവർക്കുമായി തീരുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തോത്രം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലസ് യു. തീരാത്ത കനിവിന്റെ കനലാണു തീക്കനൽ, അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ.